പല റിലേഷൻഷിപ്പുകളിലും വരുത്തുന്ന ഒരു മിസ്റ്റേക്സ് ആണ് മെറ്റീരിയൽ തിങ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു പാർട്ട്ണർ ആകാം എന്ന് വിചാരിക്കുന്നത്. നിനക്ക് ഞാൻ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഞാൻ നീ പറയാത്ത കാര്യങ്ങൾ വാങ്ങി തരുന്നുണ്ട്. പിന്നെ എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് നമുക്കിടയിൽ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെറ്റീരിയൽ പ്രൊവിഷനും ഇമോഷണൽ അവൈലബിലിറ്റിയും രണ്ടും രണ്ടാണ്. ഇമോഷണൽ അൺഅവൈലബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എന്തെങ്കിലും മാനസികമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്തോ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണമെന്ന് തോന്നുന്ന ഒരു ടൈം, ആ ടൈമിന് നിങ്ങൾക്ക് അവിടെ ഒരു കേൾവിക്കാരനാകാൻ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അവരുടെ ഫീലിങ്സ് അവഗണിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ നിരസിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ തിങ്സ്, നിങ്ങൾ വാങ്ങിക്കൊടുത്തിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും വലിയൊരു വാല്യൂ ഉണ്ടാവില്ല. കാരണം ഇമോഷണൽ സപ്പോർട്ടാണ് അവിടെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഫൈനാൻഷ്യൽ സപ്പോർട്ടിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ഫിസിക്കൽ പ്രസൻസിനെക്കാട്ടി ഉപരി ഇമോഷണൽ പ്രസൻസിനാണ് എല്ലാവരും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പണമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗിഫ്റ്റ്സോ ഒന്നും ആയിരിക്കില്ല. അവർ സംസാരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് അവൈലബിൾ ആക്കുക. അതായത് അപ്പം നിങ്ങളുടെ ആ ഒരു സ്കെഡ്യൂളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം, ആ ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കാം, എന്നിട്ട് അവരെ കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നൊരു ഇമോഷണൽ സെക്യൂരിറ്റി കൊടുക്കാനായിട്ടുള്ള നിങ്ങളുടെ ഒരു മനസ്സ്, ഈ ഒരു ക്വാളിറ്റിനെയാണ് ഇമോഷണൽ അവൈലബിലിറ്റി എന്ന് പറയുന്നത്.